السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു ശ്രോതാക്കളെ, ഞാനിന്ന് നിങ്ങളുമായി സംബന്ധിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സ്വഹാബത്ത് കാണിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകകൾ എന്നതാണ്. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ വിശേഷിപ്പിക്കാൻ തുടങ്ങുമ്പോൾ വാക്കുകളും അക്ഷരങ്ങളും ചലനമറ്റ ചലിക്കുന്നതും പതിവ് കാഴ്ചയാണല്ലോ. ആത്മീയവും ഭൗതികവുമായ ഓർമ്മകളെ ജീവിത വിജയത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമർപ്പിച്ച ദർശനങ്ങളെക്കുറിച്ച് സ്വയപൂർവം ബോധവന്മാരാകുന്നതോടൊപ്പം സമൂഹത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഭക്ഷ്യങ്ങൾ മനസ്സിനെയും ശരീരത്തെയും പ്രവാചകീയ നിയോഗത്തിൻ്റെ അടിസ്ഥാനവും തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് നിർവഹിച്ചത് ദൗത്യത്തിൻ്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അസ്തമിച്ചു പോയ നന്മകളുടെ പുനഃസ്ഥാപനവും തിന്മകളെ സംസ്കരിക്കലും മാതൃസമൂഹത്തിൻ്റെ അക്ഷരങ്ങളും സൃഷ്ടിപ്പുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിൻ്റെ ശിരസ്കരാക്കുന്ന പതിവ് കാഴ്ച. നന്മകൾ മുഴുവനും ചവിട്ടിമെതിക്കപ്പെടുകയും പൈശാചിക ദുർബോധനങ്ങളിൽ ലോക ആധിപത്യം ചെലുത്തുകയും ചെയ്തു വരവേൽക്കുന്ന സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. തിന്മകളിൽ ആപാദചൂടം ആണ്ടുപോയ സമൂഹത്തെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സത്യസാക്ഷ്യങ്ങളുമാക്കി കേവലം 23 ആണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിവർത്തിപ്പിച്ചു. സൽസബാവിയുടെ ജീവിതത്തെ വിശേഷിപ്പിക്കാൻ തുടങ്ങുമ്പോൾ വാക്കുകളും അക്ഷരങ്ങളും ഐശ്വര്യമായ സുഖത്തെ മറക്കരുതെന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ അവരുടെ മനസ്സിൽ തകർച്ചയുണ്ടാക്കി. പ്രയോഗവൽക്കരിക്കാൻ കഴിയാത്ത ആശയങ്ങളും സിദ്ധാന്തങ്ങളും പറയുക മാത്രമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. മറിച്ച് ജീവിതത്തിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നബിയെ, തങ്ങളാണ് ഏറ്റവും വലിയ സൽസ്വഭാവത്തിനു മേലെയുള്ളത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ടെന്നും ഖുർആനിക വചനങ്ങളിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭൗതിക പഠനത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമർപ്പിച്ച സത്യത്തെ പരസ്യമായി അവഗണിച്ചവർ പോലും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടിയ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ഇപ്രകാരം ചോദിച്ചു: മുഹമ്മദ് ഇപ്പോൾ വാദിക്കുന്നത് പറയുന്നതിന് ഇടയിൽ നിങ്ങൾക്കിടയിൽ വല്ല കളവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ?
അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, കളവ് പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഞങ്ങളോട് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പിൻപറ്റി ജീവിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.